ഹായ് ഹലോ. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇന്നലെ ടി വിയിൽ വാർത്തയിൽ കണ്ടു ഒരു കുട്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയതായിട്ടും ട്രെയിൻ കയറിപ്പോയി ദൂരദിക്കിലിറങ്ങിയതായിട്ടും ഒക്കെ. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട്, പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ വളർത്തുന്ന ടീനേജിലൊക്കെയുള്ള കുട്ടികളെ വളർത്തുന്ന പേരൻസുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. ഈ കുട്ടികളെ എന്താണ് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു പോകാൻ കാരണം? പല കാരണങ്ങളുണ്ടാവും അല്ലേ? ചില കുട്ടികൾ നമ്മൾ എത്ര അവരെ ചേർത്ത് നിർത്താൻ ശ്രമിച്ചാലും, എത്ര വാത്സല്യവും ലാളനയും എന്തെല്ലാം സുഖസൗകര്യങ്ങൾ നേടിക്കൊടുത്താലും അങ്ങനെ പേരൻസിനെ ധിക്കരിച്ച് പോകുന്ന കുട്ടികളുണ്ടാവും. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഒക്കെ ചാറ്റ് ചെയ്ത് വിളിക്കുന്ന പയ്യന്മാരുടെ കൂടെയൊക്കെ ഇറങ്ങി പുറപ്പെട്ടങ്ങ് പോവുക പിള്ളേർ, കണ്ണും പൂട്ടി. പെൺകുട്ടികൾ എന്തെല്ലാം തരത്തിലുള്ള അപകടങ്ങളിൽ ചെന്നു ചാടുന്ന വാർത്തകൾ ദിവസേന മാധ്യമങ്ങളിലൂടെ അറിഞ്ഞാലും ഈ കുട്ടികൾക്ക് പേടിയില്ലാതെ വരുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അവർക്ക് അവരുടെ ജീവനെക്കുറിച്ചെങ്കിലും ഒരു ആധിയും പേടിയുമൊക്കെ വേണ്ടേ? പെട്ടെന്ന് പരിചയപ്പെട്ട ഒരാളോടൊപ്പം ഈ ചെറിയ പ്രായത്തിലൊക്കെ ഇറങ്ങി പുറപ്പെട്ട് അങ്ങോട്ട് പോകുമ്പോൾ എന്നാൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും ഇന്നത്തെ കുട്ടികൾക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാ അറിവും തികഞ്ഞവരുമാണല്ലോ, അല്ലേ? നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിൽ നമ്മൾക്ക് പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള അറിവൊക്കെ കുറേ വളർന്നു കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ പല കാര്യങ്ങളെക്കുറിച്ചും തികഞ്ഞ അജ്ഞതയായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്കാണെങ്കിൽ എല്ലാ അറിവും വളരെ ചെറുപ്പത്തിൽ തന്നെ സോഷ്യൽ മീഡിയ വഴിയും സ്കൂളുകളിലെ ധാരാളം ബോധവൽക്കരണ ക്ലാസ്സുകളുടെ ആണെങ്കിൽ ആധിക്യമാണ്. പക്ഷേ ഇത്തരം ക്ലാസ്സുകൾ കിട്ടും തോറും, അറിവുകൾ കൂടുന്തോറും ഈ കുട്ടികൾ എന്താ ഇങ്ങനെ വഴിപിഴച്ചു പോകുന്നത്, അല്ലെങ്കിൽ തെറ്റായ ചിന്താഗതിയിലേക്ക് പോകുന്നത് എന്നാണ് എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം. സുഖസൗകര്യങ്ങൾ കൂടുതൽ അനുഭവിച്ച് വളരുന്നത് കൊണ്ടാണോ, അതോ വീടുകളിൽ നിന്നുള്ള സ്നേഹവും പരിഗണനയും ചേർത്ത് പിടിക്കലുമൊക്കെ കുറയുന്നത് കൊണ്ടാണോ ഒന്നും അറിയില്ല. പല വീടുകളിലെയും സിറ്റുവേഷൻസ് പലതാണല്ലോ. പല പേരൻസിൻ്റെയും ഇടപെടൽ പല വിധത്തിലാണല്ലോ. പേരൻസിൻ്റെ മനോഭാവങ്ങൾ അല്ലേ? ഒരിക്കൽ ഞാൻ 10ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിരുന്നപ്പോൾ പല വർഷങ്ങളിൽ പല ക്ലാസ്സുകളിലെ ക്ലാസ് ചാർജ് എടുക്കുമ്പോൾ നമുക്ക് ആ ക്ലാസ്സിലെ കുട്ടികളുടെ പരിപൂർണ ഉത്തരവാദിത്വമാണ്. ആ സമയത്ത് പല തരക്കാരായ കുട്ടികൾ, പല ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളെയൊക്കെ നമ്മളിങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ട് പോകുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കണമല്ലോ. പണ്ടത്തെ രീതിയിലല്ലല്ലോ ഇപ്പോൾ അധ്യാപനം എന്ന ജോലി മുന്നോട്ട് പോകുന്നത്. അതും ഒരു വളരെ റിസ്ക് പിടിച്ച ജോലിയായി മാറിയിരിക്കുകയല്ലേ. കാരണം കുട്ടികളെ ശാരീരികമായി പീഡിപ്പിക്കാൻ പാടില്ല എന്നതോടൊപ്പം തന്നെ മാനസിക പീഡനവും കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പം നമ്മളൊന്ന് കണ്ണുരുട്ടി നോക്കിയാൽ, അല്ലെങ്കിൽ വടിയെടുത്താൽ, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് നിർത്തിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിലുള്ള ഒരു ശിക്ഷാ നടപടി സ്വീകരിച്ചാൽ, തെറ്റു കുട്ടിയുടെ ഭാഗത്താണെങ്കിൽ പോലും അത് തിരിഞ്ഞ് അധ്യാപകർക്കെതിരെ വരുന്ന ഒരുപാട് കഥകൾ, ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് പേടിച്ചിട്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നക്കാരായ കുട്ടികളെ നമ്മുടെ ക്ലാസ് ചാർജ് ഉള്ള ആ ഒരു വർഷം തള്ളി നീക്കുക, എന്നിട്ട് നമ്മുടെ ജോലി സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് ഇപ്പം അധ്യാപകർ സ്വീകരിക്കുന്ന ഒരു നയം എന്നാണ്. എല്ലാവരും അങ്ങനെ ആയിരിക്കുമോ എന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ ലാസ്റ്റ് ആയപ്പോഴത്തേനും ആ ഒരു നയത്തിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. കാര്യം നമ്മുടെ ജോലിയും നമ്മുടെ കാര്യവും നാം സുരക്ഷിതരാക്കണമല്ലോ. എന്നാൽ അതോടൊപ്പം നമ്മുടെ കൈകളിലുള്ള കുഞ്ഞുങ്ങളെയും നാം സുരക്ഷിതരാക്കണം. വീടുകളിൽ പേരൻസ് ഇന്ന് മിക്കവാറും രണ്ടുപേരും ജോലിക്കാരാണ്.
അപ്പോൾ അവർക്ക് തിരക്കാണ്, കുട്ടികളുടെ എല്ലാ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടില്ല. ജോലി സ്ഥലത്തെ സ്ട്രെസ്സ്, അവിടുത്തെ ഭാരിച്ച ഉത്തരവാദിത്തം, ടാർഗറ്റ് തികയ്ക്കേണ്ട നെട്ടോട്ടം കാര്യങ്ങൾ അല്ലേ. അപ്പോൾ വീടുകളിലെ കുട്ടികൾക്ക് അവരാഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു വാത്സല്യവും, നമ്മൾ വിചാരിക്കും നമ്മൾ ആവോളം വാത്സല്യം കൊടുക്കുന്നുണ്ട്, നിനക്കൊക്കെ വേണ്ടിയല്ലേ ഞങ്ങൾ ഈ നെട്ടോട്ടം ഓടുന്നത്, പിന്നെ ഞങ്ങളങ്ങ് പറഞ്ഞാൽ നിനക്ക് കേട്ടാൽ എന്താ എന്നൊക്കെ നമ്മൾ പേരൻസ് വിചാരിക്കും. പക്ഷേ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അതല്ല. അവർക്ക് വീട്ടിൽ പേരൻസിനെ കുറേ സമയം കിട്ടണം, അവരുടെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടി. നല്ലൊരു കേൾവിക്കാരനായിരിക്കണം, അല്ലെ കേൾവിക്കാരിയായിരിക്കണം അച്ഛനും അമ്മയുമൊക്കെ. അതിന് നമുക്ക് സമയം വേണമെന്നുള്ളതാണ്. ഈ സമയം എന്ന് പറയുന്നത് നാം ഉണ്ടാക്കുന്നത് തന്നെയല്ലേ. നാം അതിന് സമയം തീർച്ചയായും കണ്ടെത്തിയേ മതിയാവൂ. അപ്പോൾ ഡെയിലി മിനിമം അരമണിക്കൂറെങ്കിലും, 1 മണിക്കൂറുണ്ടെങ്കിൽ അത്രയും നല്ലത്, ഇനി ഇല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും നമ്മൾ കണ്ടെത്തിയേ മതിയാകൂ. എന്നിട്ട് നമ്മുടെ കുട്ടികളുടെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ അവരെ ചേർത്തിരുത്തി കേൾക്കണം. ഇനി നമ്മുടെ പണി തീരില്ല എന്നാണ് നമ്മുടെ ഭാഗം എങ്കിൽ, നമുക്ക് അടുക്കളയിൽ പണിയുമ്പോഴൊക്കെ കുട്ടികളെ അങ്ങോട്ട് കൂട്ടിയിട്ട് ഒരു സ്റ്റൂള് കസേരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവിടെ ഇരുത്തിക്കൊണ്ട് നമ്മൾ പണിയെടുക്കുന്നതിനിടയിൽ കൂടെ നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാമല്ലോ, മനസ്സിലാക്കാമല്ലോ അല്ലേ. അവിടെ നമ്മളിപ്പോൾ ഈ പുതിയ ജനറേഷൻ, ന്യൂ ജനറേഷനിൽപ്പെട്ട അച്ഛനും അമ്മമാരും പോലും പലർക്കും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അഡിക്ഷനാണ്. അപ്പം അവർ അടുക്കളയിൽ പണിയുമ്പം പോലും ഫോണിലെ കാര്യങ്ങളൊക്കെ, യൂട്യൂബിലെ കാര്യങ്ങൾ അല്ലെ ഫേസ്ബുക്കിൽ വരുന്നത് ഒക്കെ കണ്ടും കേട്ടും ആസ്വദിച്ചുമൊക്കെ ആയിരിക്കും അവർ ജോലി ചെയ്യുക. അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും സാമ്പത്തിക ഭദ്രതയൊക്കെ ഉള്ള ഒരു ഇതാണല്ലോ ജോലിക്കാരെന്ന് പറയുമ്പോൾ, അവരുടെ കുടുംബത്തിൽ പ്രത്യേകിച്ചും. അപ്പോൾ അവർക്ക് അവധി ദിവസങ്ങളാണെങ്കിലും ആഘോഷിക്കണം, പലയിടത്ത് ടൂർ പോകണം, പല ക്ലബിൽ മെമ്പർഷിപ്പ് കാണും, അവിടുത്തെ പരിപാടികൾ, ഇതിനെല്ലാം ഈ കുട്ടികളെ കൂട്ടിപ്പോകുന്നുണ്ടെങ്കിലും ആ ആഡംബരപൂർണമായ ജീവിതമൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിയും കൊടുക്കുന്നുണ്ട്. എങ്കിലും അത് മാത്രം പോരാ, വീട്ടിൽ നമ്മൾ നിത്യവും മിനിമം അരമണിക്കൂറെങ്കിലും കുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറാകണം. പലപ്പോഴും ഉണ്ടല്ലോ, ഈ കൗമാരപ്രായത്തിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കാൻ നിന്നാൽ നമുക്ക് തന്നെ ഞെട്ടലുണ്ടാകും. കേൾക്കണ്ടായിരുന്നു എന്ന് തോന്നിപ്പോവും. എങ്കിലും നമ്മളത് കേൾക്കാൻ സന്മനസ് കാണിച്ചാൽ അവർ എല്ലാ പ്രശ്നങ്ങളും നമ്മളോട് വന്ന് തുറന്നു പറയും. എല്ലാം എനിക്ക് തുറന്നു പറയാൻ പറ്റും, ഒരാളോടെങ്കിലും, അമ്മയോടോ അച്ഛനോടോ, എല്ലാം എനിക്ക് തുറന്നു പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എനിക്ക് അച്ഛനുമായിട്ട് അല്ലെ അമ്മയുമായിട്ട് എന്ന് മക്കൾ തിരിച്ചറിയുമ്പം അവരെല്ലാ പ്രശ്നങ്ങളും വന്ന് നമ്മളോട് ഷെയർ ചെയ്യും. അവിടെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അംഗീകരിക്കാം, അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യാം. അഡ്വൈസ് ചെയ്താലും ചില കാര്യങ്ങളിലൊക്കെ അവർ നമ്മുടെ പരിധിക്ക് നിൽക്കണമെന്നില്ല. എങ്കിലും നമുക്ക് നമ്മുടെ കടമ നിർവഹിക്കാലോ. നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞ് തിരുത്തിയെടുക്കാൻ ഉള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കാമല്ലോ. അതവരെ അംഗീകരിക്കുന്നെങ്കിൽ അംഗീകരിക്കട്ടെ, അല്ലെങ്കിൽ തൽക്കാലം അവരുടെ ആ പ്രായത്തിൻ്റെ ചോരത്തിളപ്പിൽ അവരെ അംഗീകരിച്ചില്ലെങ്കിലും അവർ നമ്മളിൽ നിന്ന് കൈവിട്ടു പോവുകയല്ല. കാലക്രമേണ അവർ നമ്മൾ പറഞ്ഞു കൊടുത്തത് നല്ല കാര്യങ്ങളായിരുന്നു എന്ന ആ ബോധ്യം, ആ തിരിച്ചറിവ് അവർക്കുണ്ടാവും. പിന്നെ നാം നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക, നമ്മൾ പ്രാർത്ഥിച്ച് കാണിച്ചു കൊടുക്കുക, ഒരു ദൈവാശ്രയ ബോധം വളർത്തിയെടുക്കുക. ആ ഒരു ബോധം ഉള്ളിലുണ്ടെങ്കിൽ തന്നെ കുട്ടികൾ ആ ഒരു പ്രായത്തിൽ അല്പം തരികിടയൊക്കെ കളിച്ചാലും തിരിച്ചു വരവ് നടത്തും. ശാശ്വതമായിട്ട് അവരെ നമുക്ക് നഷ്ടപ്പെടുകയില്ല, അവർ കൈവിട്ടു പോവുകയില്ല. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇതേക്കുറിച്ച്. അപ്പോൾ വീഡിയോ വളരെ ലെങ്തിയായി പോകും, അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുക, ആവോളം വാത്സല്യവും സ്നേഹവും പകർന്നു കൊടുക്കുക, ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കുക, അവർക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കുക എന്നുള്ളതാണ് പരമപ്രധാനം.
എനിക്കൊന്നും കേൾക്കണ്ട, മാറിപ്പോ, എനിക്ക് പണിയുണ്ട്, തിരക്കുണ്ട് എന്നൊക്കെ നമ്മളിപ്പോഴും പറയുന്നതാണല്ലേ. കാലഘട്ടം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് വഴിതെറ്റിപ്പോകാനുള്ള സാഹചര്യങ്ങൾ മുൻപിൽ ധാരാളം ഉണ്ടായിരിക്കുമ്പോൾ നമ്മളത് തിരിച്ചറിയണം. പ്രിയ രക്ഷിതാക്കളെ, നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ കുറച്ച് സമയം കണ്ടെത്തി നമ്മൾ കുറേ കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കണം. നമ്മുടെ കുറേ എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ട് കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ഒപ്പത്തിനൊപ്പം നിലകൊള്ളുക. അപ്പം നമ്മുടെ മക്കൾ ഒരിക്കലും നമ്മളിൽ നിന്ന് വിട്ടുപോകില്ല, അല്ലെങ്കിൽ അവരുടെ ജീവിതം മോശമായി പോവില്ല. അപ്പോൾ ഓക്കെ, ഇനി വീണ്ടും മറ്റൊരു വിഷയവുമായി നമുക്ക് കാണാം. അതുവരെ ബൈ.